നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ പൂ കാണിക്കുവാണേ. നിങ്ങളെ ഇത്രയും നാളെ ഞാൻ വലിയ വലിയ പൂക്കൾ കാണിച്ചല്ലോ. ഇത് ചെറി ബ്ലോസം തന്നെയാണ്, നമ്മൾ വാങ്ങി നട്ടതാണ്. നമ്മുടെ പാരിജാതമൊക്കെ പോലെ കുഞ്ഞു പൂക്കൾ. ഇത് ആദ്യം വന്നപ്പോൾ ഈ പൂക്കൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അതിൻ്റെ ഇലകളൊക്കെ ആയിട്ട് ഭംഗിയായി. ചെറുതാണെങ്കിലും അതിനും ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഇത് നോക്കിയേ, നമ്മൾ ഒരുപാട് കമേലിയ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചുമപ്പും വെള്ളയൊക്കെ ആയിട്ട്. പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെടി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഈ വീട് വാങ്ങിച്ചപ്പം എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. അത് ലക്കിലി നമുക്ക് പിടിച്ചു കിട്ടി. എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേക്കും നിറയെ പൂവുണ്ടാവും. അതിൻ്റെ ഒരു കമ്പ് ഞങ്ങൾ വെട്ടി, കാരണം ഒരുപാട് അങ്ങോട്ട് ഹൈറ്റ് വെക്കണതുകൊണ്ട്. അതുകൊണ്ട് എല്ലാം പൂക്കളും ഇതായിട്ട് കണ്ടത് ഇങ്ങനെ തൂങ്ങി കിടക്കുവാണേ. അത്രയ്ക്ക് നല്ല പിങ്കിഷാണ്, പക്ഷെ വലിയ പൂവാണ്. ഒരു 2 വീക്സ് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പൊഴിഞ്ഞു പോയിട്ട് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. നല്ല രസമില്ലേ കാണാനായിട്ട്? ഞാൻ ഇതിന് മുൻപിട്ട വീഡിയോയുടെ തന്നെ ഒരു ചെടിയാണിത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ കാണിക്കാൻ പറ്റി. ഇതൊരു 3 വർഷമായി കാണും നമ്മുടെ വീട്ടിൽ. ഇത് നല്ല ഭംഗിയായിട്ട് വിഷുവിൻ്റെ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കണി വെക്കാനായിട്ട് ചെറിയൊരു കൊമ്പ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റൂ കേട്ടോ. ഇത് കണ്ടോ, ഇതിന് മുൻപ് ഞാൻ ഡാഫഡിൽ കാണിച്ച പോലെ തന്നെ ടുളിപ്പ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസത്തിൽ നട്ട് ഇതിങ്ങനെ നാമ്പൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അല്ലേ. എന്ത് നല്ല കളേഴ്സാ. വൈറ്റും ഒരു റയർ ലൈലാക്ക് പോലത്തെ ഒരു കളറ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഒരു ചട്ടി തന്നെ നട്ടപ്പം ഇതിനൊരു ഭംഗി ഭയങ്കരമായി. ഒരു ചട്ടി ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നിങ്ങളുടെയൊക്കെ കൂടെ ഞാൻ നട്ടതാണ്. ഇതൊന്നും പോയിട്ടില്ല, ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങളന്ന് കണ്ടിരുന്നു. ഇതാണ് പേര്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, മഞ്ഞ, കടും ചുമപ്പ്. കടും ചുമപ്പ്. ഇതൊരു ഓറഞ്ച്. ഇതിൻ്റെ ഒരു പൂ മാത്രം പോയി, ബാക്കി 2 പൂ നന്നായിട്ട് നിൽപ്പുണ്ട്. അതും വേറൊരു ഇതൊരു തീ കളറാണെന്ന് തോന്നുന്നത്. അത് നല്ല രസമായിട്ടുണ്ട്. ഇനി ഇതോരെണ്ണം കൂടി കാണിക്കാനുണ്ട്. ഇത് ജാസ്മിനാണിത്. ഞാനത് ഒരു ഇതിലിട്ടിരുന്നു. ഇവിടുത്തെ ജാസ്മിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മുട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചുമപ്പ് വരും. പക്ഷെ ഇത് വിരിഞ്ഞു കഴിയുമ്പം നല്ല വെള്ള ജാസ്മിൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ആ ഒരു ഷേപ്പല്ല, പക്ഷെ നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പിടിച്ച് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതേ ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് നോക്കിയേ, ഒരു പനിനീർപ്പൂ പോലെ. ഇതിൻ്റെ കളർ നോക്കിയേ, എന്ത് രസമല്ലേ. അതും ഇത് നോക്കിയേ, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിതേ. ഇതൊരു റോസും പിങ്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ്ഡ്, ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നുവേ. ഇതിൻ്റെ പേര് ബെല്ലീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഭയങ്കര രസമുണ്ടല്ലേ. നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ നിന്ന്?